ജ്യോതിഷ ലോകത്ത് ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കാലചക്രത്തിന്റെ താളത്തിനൊത്ത് ഭാഗ്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കാരകനായ ദേവഗുരു വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2025 ഒക്ടോബർ 18 നടന്ന ഈ മഹാസംക്രമണം ഓരോ രാശിക്കാരന്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. കേതുവിന്റെ സ്വാധീനത്തിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക് വ്യാഴം ഉച്ചരാശിയായ കർക്കടകത്തിൽ നിൽക്കുമ്പോൾ ശുഭപ്രദമാണെങ്കിലും ചിങ്ങം രാശിയുടെ 12ാം ഭാവത്തിലാണ് ഈ മാറ്റം വരുന്നത്. 12ാം ഭാവം ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കോണിലും സ്വാധീനം ചെലുത്തും. 2025 ഒക്ടോബർ 18 ശേഷമുള്ള ഈ കാലഘട്ടം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും കാത്തിരിക്കുന്നുണ്ടാവാം. സാമ്പത്തികമായി വരവും ചിലവും ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമാണിത്. എങ്ങനെ ഇത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാം? കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ചിലപ്പോൾ ചില അകൽച്ചകളും ഉണ്ടാകാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. കൂടാതെ പഠനത്തിലും ആത്മീയ മേഖലകളിലും പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സമ്മിശ്ര ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്? എങ്ങനെ ഈ മാറ്റങ്ങളെ അനുകൂലമാക്കി മാറ്റാം? തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരാഴത്തിലുള്ള വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ജ്യോതിഷത്തിൽ വിദ്യ, ധനം, ഭാഗ്യം, ആത്മീയത, വിവേകം എന്നിവയുടെ കാരകനായ വ്യാഴം 2025 ഒക്ടോബർ 18 അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് ജ്യോതിഷപരമായ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യാം. ഈ വീഡിയോ മകം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെയും വ്യാഴത്തിന്റെ കർക്കടക രാശിയിലെ സഞ്ചാരത്തെയും കണക്കിലെടുത്താണ്. മകം നക്ഷത്രം കേതുവിന്റെ നക്ഷത്രമാണ്. ചിങ്ങം രാശിയുടെ ആദ്യ പാദം മകം നക്ഷത്രത്തിലാണ് വരുന്നത്. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. വ്യാഴം കർക്കടക രാശിയിൽ ഉച്ചനാകുമ്പോൾ അത് മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ചില അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ സ്ഥാനം ചിങ്ങം രാശിയെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് വരുന്നത്. 12ാം ഭാവം സാധാരണയായി ചിലവുകൾ, നഷ്ടങ്ങൾ, വിദേശയാത്രകൾ, ആത്മീയ കാര്യങ്ങൾ, ഒറ്റപ്പെടൽ എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനാൽ വ്യാഴം കർക്കടകത്തിൽ ഉച്ചനാണെങ്കിലും 12ാം ഭാവത്തിലെ സ്വാധീനം ഒരു സമ്മിശ്ര ബലത്തിന് കാരണമായേക്കാം. 2025 ഒക്ടോബർ 18 മുതലുള്ള ഈ കാലഘട്ടം മകം നക്ഷത്രക്കാർക്ക് എങ്ങനെ സമ്മിശ്ര ബലങ്ങൾ നൽകുന്നുവെന്ന് ഓരോ മേഖലകളിലായി പരിശോധിക്കാം. വ്യാഴം വിദ്യയുടെ കാരകനായതുകൊണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കാനോ നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനോ അവസരം ലഭിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ തൊഴിലിന് ഗുണകരമാകും. 12ാം ഭാവം വിദേശ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വിദേശത്ത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഏർപ്പെടാനോ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികമായി ലാഭകരമാകാം. ചിലർക്ക് നിലവിലുള്ള ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം തുടക്കത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകാം. തൊഴിൽപരമായ കാര്യങ്ങളിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ യാത്രകൾക്കായോ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ചില സമയങ്ങളിൽ സാധാരണയിൽ കൂടുതൽ ജോലിഭാരം അനുഭവപ്പെടാം. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. തൊഴിൽ മേഖലയിൽ ചില രഹസ്യമായ നീക്കങ്ങളോ മത്സരങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താനും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ തൊഴിൽപരമായ ലക്ഷ്യങ്ങളെയും നിലവിലുള്ള സ്ഥാനത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ തൊഴിൽപരമായ ദിശയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ സഹായിച്ചേക്കും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നതിനാൽ വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനോ നിലവിലുള്ള വരുമാനം മെച്ചപ്പെടാനോ സാധ്യതയുണ്ട്. എന്നാൽ 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്വാധീനം ചില ചെലവുകൾ വർദ്ധിപ്പിക്കും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ യാത്രകൾക്കായോ കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. പെട്ടെന്ന് ലാഭം തരുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് മാറി ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സുരക്ഷിതവുമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കയ്യബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ആത്മീയ കാര്യങ്ങൾക്കോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് മാനസിക സന്തോഷം നൽകും. പുതിയ ആസ്തികൾ വാങ്ങാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ചിലപ്പോൾ നിലവിലുള്ള ആസ്തികൾ വിൽക്കാനും സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ദൂരയാത്രകൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ വേണ്ടി. കുടുംബത്തിലെ മുതിർന്നവരുമായി, പ്രത്യേകിച്ച് അച്ഛനുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഇത് നിങ്ങളെ സഹായിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. പക്ഷേ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ടെങ്കിലും ആരോഗ്യപരമായ ചില ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില ചെലവുകൾ ഉണ്ടാവാം. 12ാം ഭാവത്തിലെ വ്യാഴം ചിലപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള താൽക്കാലികമായ അകൽച്ചയെ സൂചിപ്പിക്കാം.
ഇത് ജോലിയുടെ ഭാഗമായുള്ള ദൂരയാത്രകൾ മൂലമോ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കോ ആകാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഇവ പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ആത്മീയപരമായ ഒത്തുചേരലുകളിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട്. ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും. ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കാലുകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ. ആരോഗ്യപരമായ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി കണ്ടിറങ്ങി ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ചിട്ടയായ വ്യായാമവും ഉറപ്പാക്കുക. യോഗ, ധ്യാനം എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അമിതമായി ജോലി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ക്ഷീണം ഒഴിവാക്കാൻ മതിയായ വിശ്രമം ഉറപ്പാക്കുക. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സന്തോഷകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണ്ടത്ര വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. ചിലർക്ക് വിദേശത്ത് ചികിത്സ തേടാനോ അല്ലെങ്കിൽ അതിനായി പണം ചെലവഴിക്കാനോ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, ആത്മീയ കാര്യങ്ങൾ, യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട് മകം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം പുതിയ അനുഭവങ്ങൾ നൽകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ പഠിക്കാനോ അവസരം ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. എന്നിരുന്നാലും പഠനത്തിൽ ചില തടസ്സങ്ങളോ ശ്രദ്ധക്കുറവോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ആത്മീയ ഗുരുക്കന്മാരുടെ സ്വാധീനം ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് വിദേശ യാത്രകൾ ആകാം. ഈ യാത്രകൾ തൊഴിൽപരമായോ പഠനപരമായോ അല്ലെങ്കിൽ ആത്മീയപരമായോ ആകാം. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കുമെങ്കിലും യാത്രകളുമായി ബന്ധപ്പെട്ട് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അജ്ഞാത വിഷയങ്ങളെക്കുറിച്ചും നിഗൂഢ ശാസ്ത്രങ്ങളെക്കുറിച്ചും പഠിക്കാൻ താല്പര്യം വർദ്ധിക്കും. ഇത് പുതിയ അറിവുകളിലേക്ക് വഴിതെളിക്കും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകുമെങ്കിലും 12ാം ഭാവത്തിലെ അതിന്റെ സ്ഥാനം മകരനക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളും ചിലവുകളും കൊണ്ടുവരും. അതിനാൽ ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചിലവഴിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. കൃത്യമായ വൈദ്യപരിശോധനകളും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും ചിന്തിച്ചും മുന്നോട്ട് പോകുക. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകാനും നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനും സഹായിക്കും. ധ്യാനം, യോഗ എന്നിവ ശീലമാക്കാം. ചില സമയങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താനും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും തുറന്നു സംസാരിക്കാനും ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിവേകവും പുലർത്തുക. പെട്ടെന്നുള്ള ദേഷ്യം ഒഴിവാക്കുക. ചാരിറ്റി പ്രവർത്തനങ്ങളിലും സമൂഹ സേവനങ്ങളിലും ഏർപ്പെടുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകും. ഇത് പുതിയ അവസരങ്ങളും വളർച്ചയും നൽകുമെങ്കിലും ചിലവുകൾ, ആരോഗ്യപരമായ ശ്രദ്ധ, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. ഈ സമയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ശ്രദ്ധയോടും വിവേകത്തോടും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ സമ്മിശ്ര ഫലങ്ങളെ അനുകൂലമാക്കി മാറ്റി ജീവിതത്തിൽ പുരോഗതി നേടാൻ മകം നക്ഷത്രക്കാർക്ക് സാധിക്കും. ആത്മീയമായ വളർച്ചയ്ക്കും ആന്തരിക സമാധാനത്തിനും ഈ കാലഘട്ടം ഒരു മികച്ച അവസരമായിരിക്കും.